വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശുവിൽ എനിക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ ദൈവജനമേ, നിങ്ങൾ ഏവരെയും ഈ കുടുംബ ധ്യാനത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ കുടുംബമായി ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഇതിനു മുൻപ് നടന്ന സന്ദേശങ്ങൾ പലർക്കും അനുഗ്രഹത്തിന് കാരണമായി എന്നറിയുവാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. ഇതിൻ്റെ ഓരോ സന്ദേശങ്ങളും ക്ലാസ്സുകളും കഴിവതും ഭാര്യയും ഭർത്താവും നിങ്ങൾ ഒന്നു ചേർന്ന് ഇത് കേൾക്കുവാനും ധ്യാനിക്കുവാനും അനുസരിക്കുവാനും താല്പര്യം കാണിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ ശുശ്രൂഷകളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് കണ്ണുകളെ അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെയും യേശുവേ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുത കൃപയുടെ മാരി ഓരോ മക്കളുടെ മേൽ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദമ്പതികളെ ഐക്യത്താലും സ്നേഹത്താലും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാമ്പത്യ വിശ്വസ്തത അവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്ഷമിക്കുവാൻ, പൊറുക്കുവാൻ, മറക്കുവാനുള്ള കൃപ ഇവരുടെ മേൽ വ്യാപരിക്കട്ടെ. കുഞ്ഞുങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. കുഞ്ഞുങ്ങൾ തലമുറകൾക്ക് അനുഗ്രഹമായി മാറട്ടെ. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, ഇവിടെ കുടുംബ ദാമ്പത്യ ജീവിതം അനുഗ്രഹമാക്കുവാൻ ഇറങ്ങി വരണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം യേശുവിന്റെ വലിയ നാമത്തിൽ. അപ്പാ പിതാവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. ഹല്ലേലൂയ. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിർ
പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ധ്യാന വിഷയം വിശുദ്ധരായ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുക എന്നുള്ളതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെടണം എന്ന് ആഗ്രഹമില്ലാത്ത ഒരു മാതാപിതാക്കളുമില്ല. എൻ്റെ കുഞ്ഞ് നല്ല കുഞ്ഞായിരിക്കണം, എൻ്റെ കുഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ടവരായി ഇരിക്കണം, ദുസ്വഭാവങ്ങളോ ദുശീലങ്ങളോ ഉണ്ടാകരുത്. ഇത് എല്ലാ അപ്പനും അമ്മയും ആഗ്രഹിക്കുന്ന കാര്യമാണ്. മാത്രമല്ല, ഇത് നമ്മളെക്കാൾ കൂടുതലായിട്ട് നമ്മളെ എത്രമാത്രം ആഗ്രഹിക്കുന്നു അതിനേക്കാൾ 1000 വട്ടം 10,000 വട്ടം ഇരട്ടിയായി ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട്. മലാക്കിയുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു: ദൈവ ഭക്തരായ കുഞ്ഞുങ്ങളെ അല്ലാതെ മറ്റ് എന്താണ് നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അതുകൊണ്ട് യൗവനത്തിലെ നിന്റെ ഭാര്യയോട് നീ വിശ്വസ്തത പുലർത്തുക. അപ്പോൾ ദൈവഭക്തരായ കുഞ്ഞുങ്ങളെ അല്ലാതെ ദൈവം ദമ്പതികളിൽ നിന്ന് മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. നമുക്കോരോരുത്തർക്കും, ഓരോ ദമ്പതികൾക്കും ദൈവഭക്തിയുള്ള ദൈവഭക്തരായ കുഞ്ഞുങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത്. കുറേ കളറുള്ള കുഞ്ഞോ, വണ്ണമുള്ള കുഞ്ഞോ, ആപ്പിൾ പോലെ കവളുള്ള കുഞ്ഞുങ്ങളോ, സുന്ദരിയോ സുന്ദരനോ, ഇത് മനുഷ്യൻ്റെ ആഗ്രഹമാണ്. ഇതിലപ്പുറമായി ദൈവം ആഗ്രഹിക്കുന്നത് ആ കുഞ്ഞിന് കളർ കുറവാണെങ്കിലും ശരീരവും തൂക്കവും ശകലം കുറച്ച് ഉള്ളെങ്കിലും കുഴപ്പമില്ല, ദൈവഭക്തിയുള്ള കുഞ്ഞായി അത് മാറ്റപ്പെടണം. ദൈവഭയമുള്ള, ദൈവഭക്തിയുള്ള, ദൈവ ചൈതന്യമുള്ള കുഞ്ഞുങ്ങളെ അല്ലാതെ ദൈവം ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഓരോ ദമ്പതികളിൽ നിന്നും ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണ്? ആ ദമ്പതികളിൽ നിന്ന് ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞുങ്ങളും ദൈവഭക്തരായ കുഞ്ഞുങ്ങളായി അവർ മാറ്റപ്പെടണം. ദൈവിക ചൈതന്യത്തിൽ ആ കുഞ്ഞ് ജനിക്കണം, വളരണം എന്നാണ് നമ്മുടെ സ്വർഗത്തിലെ അപ്പച്ചൻ്റെ ആഗ്രഹം. അതിന് എന്താണ് ചെയ്യേണ്ടത്? അപ്പം അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം അവിടെ പറയുന്നുണ്ട്. യൗവനത്തിലെ നമ്മുടെ ജീവിത പങ്കാളിയോട് അവിശ്വസ്തത പുലർത്തരുത്. അപ്പോൾ വിശ്വസ്തത പുലർത്തിയാൽ മാത്രമേ വിശ്വസ്തമായ ഒരു ദാമ്പത്യ ജീവിതം നയിക്കുന്നവർക്ക് മാത്രമേ ദൈവഭക്തരായ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുവാൻ സാധിക്കൂ എന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. കുഞ്ഞുങ്ങളുണ്ടായി 10 വർഷം കഴിഞ്ഞോ 15 20 വർഷം കഴിയുമ്പോഴോ അവരുടെ തോന്നിവാസങ്ങൾ കണ്ടിട്ട് അവർ നന്നാകണമെന്ന് ആഗ്രഹിച്ചാൽ ചിലപ്പോൾ നന്നാകണമെന്നില്ല. 15-ാം വയസ്സിലാണ് എന്നാൽ അവനെ ക്രിസ്ത്യൻ ധ്യാനം കുടിച്ച് നന്നാക്കിയാൽ നിൽക്കാമെന്ന് നമ്മൾ വിചാരിക്കുന്നത്. എത്ര ധ്യാനം കൂടിയാലും ചിലത് നന്നാകുകയില്ല. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ വലുതായി കഴിയുമ്പോൾ നമ്മൾ അവരുടെ സ്വഭാവങ്ങൾ കണ്ടിട്ട് അവനെ നന്നാക്കാൻ നോക്കിയാൽ ചിലപ്പോൾ വളയേല ഒടിഞ്ഞു പോകും. അപ്പോൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ വിശുദ്ധ കുഞ്ഞിനെ ജന്മം കൊടുത്ത് വിശുദ്ധിയിൽ വളർത്തുവാൻ നാം ചെയ്യേണ്ടത്, മാതാപിതാക്കൾ ചെയ്യേണ്ടത് എന്താ? അതാണ് പറയുന്നത്, അവിശ്വസ്തത പുലർത്താതിരിക്കുക. ദമ്പതികൾ തമ്മിൽ വിശ്വസ്തത പുലർത്തേണ്ടത് ഏറ്റവും ആവശ്യമാണ്. വിശ്വസ്തതയുള്ള
വിശ്വാസമുള്ള ദമ്പതികൾ തമ്മിൽ വിശുദ്ധിയുള്ള ദമ്പതികളിൽ നിന്നാണ് വിശുദ്ധ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 6-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു: അവർ ദൈവസന്നിധിയിൽ നീതിനിഷ്ഠരായിരുന്നു, കർത്താവിൻ്റെ പ്രമാണങ്ങളും കൽപ്പനകളും കുറ്റമറ്റ വിധം അവർ അനുസരിക്കുന്നവരായിരുന്നു. ആരായിരുന്നു ഇത്? ഇത് സക്കറിയ എലിസബത്ത് ദമ്പതികളെ കുറിച്ചാണ് പറയുന്നത്. സക്കറിയ എലിസബത്ത് ദമ്പതികൾ ദൈവത്തിൻ്റെ മുൻപിൽ അവർ കുറ്റമറ്റവരായിരുന്നു. നാട്ടുകാരുടെ മുൻപിൽ, വീട്ടുകാരുടെ മുൻപിൽ, ജീവിത പങ്കാളിയുടെ മുൻപിൽ പോലും കുറ്റമറ്റവരായി അഭിനയിക്കുവാൻ നമുക്ക് സാധിക്കും. നല്ല ആളായിട്ട് അഭിനയിക്കുവാൻ നമുക്ക് സാധിക്കും. എന്നാൽ ദൈവത്തിൻ്റെ മുൻപിൽ നമ്മുടെ പാപങ്ങളെ മറച്ചു വെക്കുവാൻ, നമ്മുടെ ദുസ്വഭാവങ്ങളെ മറച്ചു വെക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. അപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ എന്നതിനേക്കാൾ ദൈവത്തിൻ്റെ മുൻപിൽ കുറ്റമറ്റവരായി നമ്മൾ മാറ്റപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ എലിസബത്ത് സക്കറിയ ദമ്പതികൾ അവർ കർത്താവിൻ്റെ മുൻപിൽ കുറ്റമറ്റവരായിരുന്നു. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ ഭാര്യ ഭർത്താക്കന്മാരെ, നിങ്ങൾ ദൈവത്തിൻ്റെ മുൻപിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ മുഖത്തോട്ട് നോക്കി നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഒന്ന് ധ്യാനിച്ചേ. അവൻ്റെ കണ്ണിലൂടെ അവൻ നമ്മെ നോക്കിയാൽ കുറ്റം കണ്ടുപിടിക്കുകയില്ലേ? അനേകം കുറവുകൾ നമ്മളിലില്ലേ? നമ്മൾ ലോകത്തിൻ്റെ കണ്ണുകളിലൂടെയോ മറ്റുള്ളവരുടെ കണ്ണുകളിലൂടെയോ ഒക്കെ നമ്മളിലോട്ട് നോക്കുമ്പോഴാണ് നമ്മളിൽ കുറവുകളില്ലാതിരിക്കുന്നത്. ദൈവത്തിൻ്റെ മുൻപാകെ ഒന്നും നമുക്ക് മറച്ചു വെക്കുവാൻ സാധ്യമല്ല. അപ്പോൾ ദൈവത്തിൻ്റെ മുൻപിൽ കുറ്റമറ്റവരായി നമ്മൾ വ്യാപരിക്കുക. എങ്ങനെയാണ് വ്യാപരിക്കുന്നത്? അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും എന്ന് പറഞ്ഞാൽ വിശുദ്ധ വചനം, ദൈവവചനം, ദൈവം നമുക്ക് നൽകുന്ന, ബൈബിളിലൂടെ നമുക്ക് നൽകിയിരിക്കുന്ന ഓരോ നിർദ്ദേശങ്ങളും, ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾ, ഇഷ്ടങ്ങൾ, അവ കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. ആര്? ഈ ദമ്പതികൾ, ഈ ഭാര്യ ഭർത്താക്കന്മാർ. അപ്പം വചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്ന കാര്യം നമുക്ക് അസാധ്യമായ കാര്യമല്ല, അപ്രാപ്യമായ കാര്യമല്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, നമുക്ക് അനുസരിക്കാൻ പറ്റുന്ന കാര്യമാണ്. തിരുവചനം പഠിപ്പിക്കുന്ന അതുപോലുള്ളൊരു ജീവിതം ഏതൊരു വ്യക്തിക്കും സാധ്യമാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എൻ്റെ നുകം വഹിക്കുവാൻ എളുപ്പമുള്ളതും. കണ്ടോ? വഹിക്കുവാൻ എളുപ്പമുള്ളത്. അപ്പം ദൈവത്തിൻ്റെ നുകം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ദൈവത്തിൻ്റെ ഇഷ്ടത്തെയാണ്, ദൈവത്തിൻ്റെ വചനത്തെയാണ് ദൈവത്തിൻ്റെ നുകം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ നുകം വഹിക്കാൻ വളരെ എളുപ്പമാണ്. സാത്താൻ്റെ നുകം ഇന്ന് അനേകർ ചുമലിലേറ്റി വഹിക്കുന്നത് കൊണ്ടാണ് ദുഃഖങ്ങളും വേദനകളും പ്രയാസങ്ങളും സങ്കടങ്ങളും നൊമ്പരങ്ങളും കുറ്റബോധങ്ങളും കുറ്റപ്പെടുത്തലുകളും എല്ലാം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം. അപ്പോൾ ദൈവവചനം അനുസരിക്കുവാൻ പ്രിയമുള്ളവരെ, അതൊരു ഭാരമല്ല, ഭാരപ്പെട്ട അനുഭവമല്ലാതെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ സക്കറിയ എലിസബത്ത് ദമ്പതികൾ ദൈവകൽപ്പനകൾ കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരായിരുന്നു. കണ്ടോ? അപ്പോൾ അവർക്ക് ഉണ്ടായ കുഞ്ഞാണ് യോഹന്നാൻ. യേശു ജനിക്കുന്നതിന് മുൻപ് 6 മാസം മുമ്പ്
ഈ യോഹന്നാൻ ജനിച്ചു. ഈ യോഹന്നാൻ 6 മാസമായപ്പോൾ യോഹന്നാൻ എലിസബത്തിൻ്റെ ഉദരത്തിൽ ഇങ്ങനെ 6 മാസമായിട്ട് കിടക്കുക. അപ്പോഴാണ് പരിശുദ്ധ കന്യകാമറിയം ഇതാ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഉണ്ണീശോയെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് എലിസബത്തിൻ്റെ അടുക്കൽ ചെന്ന്, എലിസബത്ത് ഇളമയായ എലിസബത്തിനെ അല്ലെങ്കിൽ മാതാവ് എലിസബത്തിനെ കണ്ടപ്പോൾ തന്നെ ദൂരെ വച്ച് തന്നെ കണ്ടു. അപ്പോൾ ഈ മറിയം എലിസബത്തെ നോക്കി പറയുകയാണ്, ഓ ഇളയമ്മേ, കുഞ്ഞമ്മേ, കൊച്ചമ്മേ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അഭിവാദനം ചെയ്തപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ 6 മാസം പ്രായമായി കിടക്കുന്ന ആ കുഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു. കണ്ടോ? ഇതാണ് യേശുവിന് വഴിയൊരുക്കുവാൻ വന്ന സ്നാപക യോഹന്നാൻ. ഇപ്പം വിശുദ്ധ ദമ്പതികൾക്കുണ്ടായ, വിശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധരായ ആ ദമ്പതികൾക്ക് ഉണ്ടായ കുഞ്ഞ് വിശുദ്ധരോടുള്ള സഹവാസം മൂലം ആ കുട്ടി 6-ാം മാസം തന്നെ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ ഉദരത്തിൽ വെച്ച്, ഹല്ലേലൂയ, അവൻ വലിയ പ്രവാചകനായി മാറ്റപ്പെട്ടു. അപ്പോൾ ദൈവഭക്തരായ വിശുദ്ധരായ മക്കളെ അല്ലാതെ ദൈവം ഒരു വ്യക്തികളിൽ നിന്നും ഒരു ദമ്പതികളിൽ നിന്നും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ മാതാപിതാക്കൾ ദൈവം മുമ്പിൽ കുറ്റമറ്റവരായി ജീവിക്കുമ്പോൾ, പരസ്പരം വിശ്വാസത്തിലും വിശുദ്ധിയിലും വിശ്വസ്തതയിലും ജീവിക്കുമ്പോൾ ആണ് അവരിൽ നിന്ന് വിശുദ്ധരായ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ജന്മം കൊടുക്കുവാൻ സാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന മാതാപിതാക്കൾ, നിങ്ങൾക്കൊരു വിശുദ്ധ കുഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേട്ടു, നിങ്ങളുടെ വിശുദ്ധിയുടെ അളവ് അനുസരിച്ചാണ് നിങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് പാപത്തെ നിങ്ങൾ ഉപേക്ഷിക്കണം, ലോകത്തെ ഉപേക്ഷിക്കണം, ലോക സുഖങ്ങളെ ഉപേക്ഷിക്കണം. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പരിപാടിയും ഇപ്പോൾ ഇനി എനിക്ക് കാണണം, കണ്ടുകൊണ്ടിരിക്കണം എന്ന് നിങ്ങൾ തീരുമാനിക്കരുത്. വിശുദ്ധ തലമുറയ്ക്ക് വിശുദ്ധരായ മാതാപിതാക്കളെ ആവശ്യമാണ്. 2 തിമോത്തിയോസ് 1-ാം അധ്യായം 5-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുകയാണ്, നിന്റെ വലിയമ്മയായ ലോവീസിനും അമ്മയായ എവനിക്കുമുണ്ടായിരുന്ന വിശ്വാസം ഇപ്പോൾ നിനക്കുമുണ്ടെന്ന് ഞാൻ അറിയുന്നു. അല്ലയോ തിമോത്തി, നിന്റെ വലിയമ്മയായ ലോവീസിനും, അപ്പോൾ വലിയമ്മ വലിയ വിശ്വാസിയായിരുന്നു, ദൈവഭക്തയായിരുന്ന, പ്രാർത്ഥനാ ചൈതന്യമുണ്ടായിരുന്ന, ദൈവമായിട്ട് നല്ല ഒരു ഇൻറ്റിമേറ്റ് ബന്ധമുണ്ടായിരുന്ന ഒരു സ്ത്രീ ആയിരുന്നു ഇതാ വലിയമ്മയ ലോവീസ്. അപ്പോൾ ആ വല്യമ്മയിൽ നിന്ന് അവളുടെ മകളിലോട്ട്, അപ്പോൾ വലിയമ്മയായ ലോവീസിനും അമ്മയായ യവനിക്കയ്ക്കും, അപ്പോൾ ലോവീസിൽ നിന്ന് യവനിക്കയിലേക്ക് ആ വിശ്വാസ തീഷ്ണത, ആ വിശുദ്ധ തീഷ്ണത വന്നു നിറഞ്ഞു. ആ യവനിക്കയിൽ നിന്ന് ജനിച്ചയാളാണ് തിമോത്തി. പൗലോസ്ലീഹ പറയുക, നിൻ്റെ അമ്മയിലും നിൻ്റെ വലിയമ്മയിലും ഉണ്ടായിരുന്ന വിശ്വാസവും വിശുദ്ധിയും ഇപ്പോൾ നിനക്ക് ഉണ്ടെന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ തിമോത്തിക്ക് വിശ്വാസം കിട്ടിയത്, വിശുദ്ധി കിട്ടിയത്, ദൈവഭയവും ഭക്തിയും ലഭിച്ചത് അമ്മയിൽ നിന്നാണ്. കണ്ടോ? ആ അമ്മയ്ക്ക് എവിടെ നിന്ന് കിട്ടിയത്? വല്യമ്മയിൽ നിന്ന്. അപ്പോൾ വിശുദ്ധിയുള്ള, ദൈവഭയമുള്ള, ദൈവഭക്തിയുള്ള വിശ്വാസികളായ ദമ്പതികൾക്ക് അതുപോലുള്ള നിങ്ങളുടെ ആ സ്വഭാവം പോലുള്ള കുഞ്ഞ് ജനിക്കും. അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക്
കാലത്തിൻ്റെ പൂർത്തീകരണത്തിൽ അതുപോലുള്ള കുഞ്ഞുങ്ങൾ ജനിക്കും. ഹല്ലേലൂയ. എത്ര സുന്ദരമായ വചനമാണ്. പ്രിയ മാതാപിതാക്കളെ, നിങ്ങൾ ഈ വചനം ഒന്ന് ധ്യാനിച്ചേ, വചനം ഒന്ന് വായിച്ചേ, വചനം ഒന്ന് ധ്യാനിച്ചേ, വചനം ഒന്ന് പഠിച്ചേ. അവർക്ക് സാധ്യമായെങ്കിൽ നമുക്ക് സാധ്യമാണ്. അവർ അനുഗ്രഹിക്കപ്പെട്ടത് അങ്ങനെയാണെങ്കിൽ നമ്മളും ആ അനുഗ്രഹം നമുക്കും നമ്മുടെ തലമുറകൾക്കും അനുഭവിക്കാൻ പറ്റും. അവർ ജീവിച്ച പോലെ നമ്മളും ഇന്ന് ജീവിക്കാൻ ശ്രമിച്ചാൽ മതി. ഈ ലോകത്തിൽ അത് അസാധ്യമൊന്നുമല്ല. ദൈവം അതാ ആഗ്രഹിക്കുന്നത്. ഇനി അങ്ങനെ ജീവിക്കുന്നില്ല എന്നാ പ്രയോജനം? നമ്മൾ കുഞ്ഞുങ്ങളെ ഓർത്ത് കരയും. നമ്മുടെ ആത്മാവും കുഞ്ഞുങ്ങളുടെ ആത്മാവും നരകത്തിൽ പോകും, അത്രയേ ഉള്ളൂ. അപ്പോൾ വിശുദ്ധരായ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്ന അനുഭവം, അവരെ വിശുദ്ധിയിൽ വളർത്തുന്ന അനുഭവം എത്രയോ ശ്രേഷ്ഠമാണ്. ഈ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും ദമ്പതികളുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉദരത്തിൽ ഒരു കുഞ്ഞു ജനിച്ചു എന്ന് നിങ്ങൾക്ക് അടയാളം കിട്ടുന്ന ആ സമയം, അറിയാം, ഒരു മാസം ആകുമ്പോൾ നമുക്ക് അടയാളം കിട്ടും. എൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞ് ജനിച്ചു എന്ന്, ആ കുഞ്ഞുണ്ടായി എന്ന് നിങ്ങൾക്കൊരു അടയാളം കിട്ടുന്ന അന്ന് മുതലെങ്കിലും നിങ്ങൾ വിശുദ്ധി പാലിക്കാൻ ശ്രമിക്കുക. അതിന് മുമ്പേ വേണ്ടിയതാ, വിശുദ്ധിയോടെ വേണം കുഞ്ഞിന് ജന്മം കൊടുക്കാൻ. എന്നിട്ട് എല്ലാ ദിവസവും സാധിക്കുന്നിടത്തോളം ദേവാലയത്തിൽ പോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് കുമ്പസാരിച്ച് ഒരുങ്ങി എല്ലാ ദിവസവും വിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കണം. അങ്ങനെ വിശുദ്ധ കുർബാന എൻ്റെ ശരീരത്തിൽ അലിഞ്ഞു ചേരുമ്പോൾ അത് ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിന് ആഹാരമായിട്ട് മാറും. ആ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായത് എന്നിൽ നിന്നാണ് അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പോൾ വിശുദ്ധ കുർബാന ആ കുഞ്ഞും സ്വീകരിക്കുന്ന അവസ്ഥയുണ്ടാകും. ഉദരത്തിൽ വെച്ച് തന്നെ ആ കുഞ്ഞ് വിശുദ്ധീകരിക്കപ്പെടുന്നു. അതുകൊണ്ട് ഇത് മറക്കരുത്. മാക്സിമം എത്രമാത്രം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ, വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ കൂടെയുള്ള കുമ്പസാരം വഴിയൊക്കെ നമ്മുടെ ഉദരത്തിലുള്ള കുഞ്ഞുങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുവാനും വളരുവാനും ഒരു വിശുദ്ധ കുഞ്ഞിന് ജന്മം കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ ഒരു വിശുദ്ധീകരണത്തിന് വേണ്ടി ഒരു വിശുദ്ധ കുഞ്ഞിനെ ജന്മം കൊടുക്കുവാൻ എൻ്റെ മനസ്സിനെ, എൻ്റെ ചിന്തയെ, എൻ്റെ ബുദ്ധിയെ, എൻ്റെ ആത്മാവിനെ, എൻ്റെ ശരീരത്തെ അവിടുന്ന് ഒരുക്കണമേ, ക്രമപ്പെടുത്തണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം. കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. ഓരോ ദമ്പതികളും നിങ്ങളുടെ ജീവിതത്തെ, ദാമ്പത്യ ജീവിതത്തെ, കുടുംബ ജീവിതത്തെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് തിരുഹൃദയത്തിലോട്ട് സമർപ്പിക്കുക. വിശുദ്ധമായ തലമുറകൾക്ക് ജന്മം കൊടുക്കണമെന്ന് ആഗ്രഹിച്ച്, വിശുദ്ധ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കണമെങ്കിൽ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കപ്പെടണം. ദൈവഭക്തരായ കുഞ്ഞുങ്ങളെ അല്ലാതെ ദൈവം എന്താ ആഗ്രഹിക്കുന്നത്? ഈ വലിയ ആഗ്രഹത്തോടെ, ദാഹത്തോടെ ഈ ഒരു കരങ്ങൾ ഇവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഓരോ ദമ്പതികളും കർത്താവെ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ ചിന്തകൾ, അവരുടെ ബുദ്ധി, അവരുടെ മനസ്സ്, ആത്മാവിൻ്റെ മണ്ഡലങ്ങൾ എല്ലാം വിശുദ്ധീകരിക്കപ്പെടട്ടെ. അഭിഷേകത്താൽ നിറയപ്പെടട്ടെ. യേശുവിൻ്റെ രക്തം അവരുടെ തളിക്കുകയാണ്. യേശുവിൻ്റെ പരിശുദ്ധ രക്തം എല്ലാവരുടെ മേൽ തളിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 10,000ങ്ങളിലേക്ക് ഈ അഭിഷേകം ഒഴുകട്ടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഓരോ കുഞ്ഞുങ്ങളും വിശുദ്ധീകരിക്കപ്പെടട്ടെ പ്രാർത്ഥിക്കുന്ന വിശുദ്ധ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുവാൻ ഇവരെ ഒരുക്കണമേ. വിശ്വസ്തത പുലർത്തുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ ചിന്തകളാൽ, അഭിഷേകത്തിൻ്റെ ചിന്തകളാൽ നിറയ്ക്കണമേ പ്രാർത്ഥിക്കുന്നു. ദൈവഭയവും ഭക്തിയും കൊണ്ട് നിറയട്ടെ. അവരുടെ കുഞ്ഞുങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഉദരത്തിലായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും
ഓ ഹല്ലേലൂയ. സ്നാപയോഹന്നാൻ എലിസബത്തിന്റെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞതുപോലെ അതേ അഭിഷേകം ഇപ്പോൾ തന്നെ എല്ലാ ഗർഭിണികളുടെ മേലും ഉദരത്തിലായിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളുടെ മേൽ ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ 10,000ങ്ങളിലേക്ക് ഈ അഭിഷേകം വ്യാപരിക്കട്ടെ. മറിയത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞിനെ ആത്മാവിൽ നിറഞ്ഞതുപോലെ ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും അഭിഷേകത്താൽ നിറയട്ടെ. റൈറ്റ് നൗ. ഹല്ലേലൂയ ഹല്ലേലൂയ. റിസീവ് ഫയർ. യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അനുഗ്രഹിച്ചനായി ഇപ്പോൾ തന്നെ ആത്മാവ് വ്യാപരിച്ചതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അപ്പാ പിതാവേ ഞാൻ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു. ആമേൻ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും.